ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മളതാക്കുന്ന വീട്ടിൽ കുറച്ച് കുഞ്ഞുമക്കളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർ 6 പേരായിട്ടുള്ളത്. 7 കുഞ്ഞുങ്ങളായിട്ടാണ് വിരിഞ്ഞത്. അപ്പോൾ അതിൽ ഒരു കുഞ്ഞ് ചത്തുപോയി, നമ്മളെ വിരിഞ്ഞ ഉടനെ തന്നെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു 6 കുഞ്ഞുങ്ങളെ ഞാൻ ഇന്നലെ ഈ ഒരു ചെറിയൊരു ഗ്രില്ലിൻ്റെ കൂട്ടിലേക്ക് മാറ്റിയത് കേട്ടോ. പിന്നെ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ കാലല്ലേ, അപ്പോൾ ആ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കുടുങ്ങും. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ തള്ളേനെ ഞാൻ ഇതാക്കുന്ന കൂട്ടുന്ന പുറത്തേക്ക് ഇറക്കി കേട്ടോ. പിന്നെ ഈ കരയുന്ന ഈ ഒരു ബ്ലാക്ക് കോഴിക്കുഞ്ഞുണ്ടല്ലോ, അതിന് ചെറുതായിട്ടൊരു ക്ഷീണം പോലെ ഉണ്ട്. അപ്പോൾ ഇന്നലെ മെഞ്ഞാന്ന് 2 ദിവസം കൊണ്ടാട്ടോ വിരിഞ്ഞിറങ്ങിയത്. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു ക്ഷീണം പോലെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ നമ്മുടെ ചാനലിൽ ലാസ്റ്റായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഒരു കാല് കൊഞ്ഞ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ തോന്നി അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ നമ്മളെ ഈ ഒരു ഇതിൽ ഞാൻ ഇത് അട വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് നമ്മൾ കോഴിക്കോടിൻ്റെ മോൾ ഭാഗത്ത് വെച്ചാട്ടോ. എന്താ വെച്ചാൽ അവർ മുട്ടയിടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കോഴിക്കോടിൻ്റെ മോൾ ഭാഗത്താട്ടോ ഇപ്രാവശ്യം ഞാൻ അട വെച്ച. സാധാരണ ഞാൻ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു സൈഡിലേക്കായിട്ടാട്ടോ വെക്കൽ. അപ്പോൾ ഇതിൽ ഞാൻ 10 മുട്ട വെച്ചായിരുന്നു കേട്ടോ. 10 മുട്ട വെച്ചിട്ട് അട വെച്ചത് ഒരാൾ ഇതിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ ഓൾറെഡി ഒരാൾ കിടക്കുന്നുണ്ട്. അതും ഒരു 4 മുട്ടയോ 5 മുട്ടയോ അങ്ങനെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അതും വേറെ കോഴികളൊക്കെ വന്ന് ഇരുന്നിട്ട് ആ പൊരുത്തിയ ഒരു കോഴിയാട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നമ്മൾ ഇതിൽ 3 കോഴികളെയായിട്ട് അട വെച്ചിട്ടുണ്ടായിരുന്നു. 18 മുട്ടയായിരുന്നു അന്ന് വെച്ചത്. 18 മുട്ട വെച്ചതിൽ 4 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. ഒരു 4 കാൻഡിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 4 കുഞ്ഞില്ലായിട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഇവരിപ്പോൾ 3 തള്ളക്കോഴിയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്നെ ഒന്നിനെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ 14 കോഴിമുട്ടയിൽ 3 വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിനെ എടുത്തിട്ട് ഞാൻ നമ്മൾ ഈ കാണിച്ചതാക്കുന്ന ഈ ഒരു ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കോയിനെ എടുത്തിട്ട് 10 മുട്ടയുള്ളതിലേക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെനിഞ്ഞാന്ന് ഞാൻ ഇവർ പോയ സമയത്ത് അന്ന് രാവിലെ ആട്ടോ ഞാൻ കാണുന്നത് നമ്മളെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞത്. ഇതിൽ 7 കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ വിരിഞ്ഞത്. അതിൽ 1 ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള 7 കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രില്ലിൻ്റെ കൂട്ടിലേക്ക്. അതിൽ ഒരു ചത്ത കുഞ്ഞിനെ ഞാൻ കളഞ്ഞ് ബാക്കി 6 കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ വേറെ നെറ്റിൻ്റെ കൂട്ടിലാക്കി. ഇപ്പോൾ ഒരു തള്ളക്കോഴി മാത്രമായിട്ടുള്ളത്. ഒരു തള്ളക്കോഴിനെ ഞാൻ കുഞ്ഞുങ്ങളെയും വിട്ടുകൊടുത്തു. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ഒരു കോഴിക്കുഞ്ഞിനെ ഇതാക്കുന്ന ഇവിടെ കാണുന്നുണ്ട് കേട്ടോ വിരിഞ്ഞത്. ഇതെന്താ വെച്ചാൽ കുറച്ച് മുട്ട ആദ്യം മുട്ടയിട്ട ആൾക്കാർ പോവും, പിന്നെ അതിലിങ്ങനെ അടയിരുന്നിട്ട് പിന്നെ കുറച്ച് മുട്ട ഞാൻ വെച്ച് കൊടുത്താട്ടോ. അങ്ങനെയാട്ടോ, അതുകൊണ്ടാട്ടോ നേരത്തെ കോഴിക്കുഞ്ഞൊക്കെ വിരിഞ്ഞത്. നമ്മൾ ഒരു ദിവസം തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരേ ടൈമിനായിരിക്കല്ലേ വിരിയുക. അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പോയി വരുമ്പോഴേക്ക് നമ്മളെ ഇതിൽ ഒരു കോഴി കിടക്കുന്നുണ്ടായിരുന്നു. 10 കോഴിമുട്ടയായിട്ട് വെച്ച് കൊടുത്തത്. ഇതിൽ 2 കോഴികളായിരുന്നു. അപ്പോൾ ഒന്നിനെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്ന് ഞാൻ 10 കോഴിമുട്ട അട വെച്ച 2 ദിവസം ആയിട്ടേ ഉള്ളൂ വെച്ചിട്ട്. കുഞ്ഞൊക്കെ ആവാൻ ആയിട്ടേ ഉള്ളൂ. 3 ദിവസം ആയിട്ടേ ഉള്ളൂ അട വെച്ചിട്ട്. അപ്പം മെനിഞ്ഞാന്ന് ഞാൻ പോയ സമയത്ത് ഇവിടുന്ന് ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും ഒറ്റ കോഴിമുട്ട ഇല്ലാതെ എല്ലാം ഇതേപോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, മണ്ണൊന്നും ഇളകുന്ന പോലില്ല കണ്ടോ. എന്നുവെച്ചാൽ നല്ല ഉണങ്ങിയ മണ്ണിട്ട് കൊടുത്താട്ടോ. കോഴിമുട്ട എല്ലാം നാശാക്കിയിട്ടുണ്ടായിരുന്നു. ഉടുമ്പായിരിക്കും എന്നാണ് എന്താ പറയുക ബലമായ സംശയം. കാക്ക എന്തായാലും ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോവല്ലേ ചെയ്യാം. ഇതിൽ അപ്പാടെ മുട്ട പൊട്ടിച്ച് കുറച്ച് ഇതേപോലെ തോടൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും 10 മുട്ട നമ്മൾ അട വെച്ചിട്ട് 10 എണ്ണം ഒന്നുപോലും ഇല്ലാതെ 10 എണ്ണം നാശാക്കിയിട്ടുണ്ട് കേട്ടോ. കോഴിനൊക്കെ അട വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അവർ 10-20 ദിവസം ആകുമ്പോഴേക്കും 21 ദിവസം ആകുമ്പോഴേക്കും വിരിഞ്ഞിറങ്ങുന്നുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ എനിക്ക് ആകെ ടെൻഷനായിട്ടോ ആ ഒരു കോഴിമുട്ടയൊക്കെ പോയതിനു ശേഷം. അപ്പം എന്തായാലും ഇന്നലെ അത് മെനിഞ്ഞാന്നാട്ടോ സംഭവം. ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ മാറ്റി ഇടാൻ വന്നപ്പോഴാട്ടോ കാണുന്നത്. ഇത് ഞാൻ ചെറുതായിട്ട് ഇതാക്കും. നമുക്ക് കോഴികൾക്ക് പുറത്ത് പോകണം, ഇതാ ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ഇന്നലെ 7 മുട്ടയായിരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഇതിൽ നിന്നും 2 മുട്ട കാണാതായി. എന്താ സംഭവം എന്നൊന്നും അറിയുന്നില്ല. അപ്പം എന്തായാലും ആകെ ഒരു എന്താ പറയുക ഒരു വിഷമമുള്ളൊരു കാര്യമായിപ്പോയി. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു വിഷമമായിപ്പോയി കേട്ടോ. അപ്പം ഇനി ഇതിൽ കുറച്ച് ഒരു 4-5 മുട്ട കൂടിയേ ഉള്ളൂ കേട്ടോ വിരിയാനുള്ളത്.
ഇവളത് ഞാൻ നോക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോൾ 4 കോഴിമുട്ടയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ നോക്കാം എത്ര മുട്ടയുള്ളത്. 4 മുട്ട തന്നെയായിട്ടുള്ളത്. ഇന്നിപ്പോ ആരും വന്ന് ഇട്ടിട്ടില്ല. അപ്പം എന്തായാലും ഇന്ന് എന്താ പറയുക ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോരെ. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ.